Hello dear students, welcome back. ഇത് നമ്മുടെ കൂടെയുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നീറ്റ് 2024 വളരെ ഉയർന്ന മാർക്ക് വാങ്ങിയ ഫെനിയ ജെബിന്റെ പാരന്റ് മരക്കാർ സാഹിബ് നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ ഈ വർഷത്തെ നീറ്റ് എക്സാം, അതിന്റെ പ്രിപ്പറേഷൻ, അതിന്റെ മുന്നേ ചെയ്ത കാര്യങ്ങൾ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പെക്റ്റഡ് സ്കോർ, എക്സാമിന്റെ ലെവൽ എന്തായിരുന്നു, പ്രിപ്പറേഷൻ മെത്തേഡ്സ് എന്തായിരുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. ഫെനിയ എന്തൊക്കെ ചെയ്തതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഫെനിയ ആൻഡ് മരക്കാർ സാഹിബ്, വാം വെൽക്കം. നമുക്ക് തുടങ്ങാം. അതായത് ഫെനിയ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിപ്പീറ്റർ സ്റ്റുഡന്റ് ആണ്. എത്ര മാർക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 700 ഓർ എബോവ് മാർക്ക് ഉണ്ടാവും തന്നെയാണ് ഫെനിയ വിശ്വസിക്കുന്നത്. ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ്. ബട്ട് 700 എബോവ് മാർക്ക് ഉണ്ടാവുന്നതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്, മൊത്തത്തിലുള്ള ആൻസർ കീയും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട്. എക്സാം എന്നതിന്റെ ഒരു നീറ്റ് എക്സാം യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു റിപ്പീറ്റർ സ്റ്റുഡന്റ് ആണ്, M9 ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ് ഫെനിയ. സോ കഴിഞ്ഞ വർഷത്തെ മാർക്ക് എത്രയായിരുന്നു? 585. കഴിഞ്ഞ വർഷം 585 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഫെനിയ. കഴിഞ്ഞ വർഷം, അതായത് ഇത് റിപ്പീറ്റിംഗ് ആണ്. അപ്പോ 12th കൂടെയുള്ള മാർക്കിൽ നിന്ന് ഭയങ്കരമായ വ്യത്യാസം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ 585 നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാനുള്ള ഒരു മാർക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സംശയമൊന്നും ഉണ്ടായില്ല, റിപ്പീറ്റ് ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതോടെ സാർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് MBBS വാങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതായാലും ഈ ഒരു സ്കോർ കൊണ്ട് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിൽ എവിടെയെങ്കിലും ഫെനിയക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എളുപ്പമായിരുന്നോ, ടഫ് ആയിരുന്നോ? എക്സാമിന്റെ ഒരു എക്സ്പീരിയൻസ്, സാധാരണ നമ്മൾ മറ്റൊരു വിഷയം എന്താ വെച്ചാൽ 3 മണിക്കൂർ 20 മിനിറ്റ് സമയം എന്ന് പറഞ്ഞ് അത് മുഴുവനായിട്ടും കിട്ടിയിരുന്നോ? വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കറക്റ്റ് സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, കറക്റ്റ് ആയിട്ട് തന്നു. പിന്നെ സമയം അറിയാന് ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും, പിന്നെ നമുക്കൊരു ബാത്റൂം ബ്രേക്ക് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞു കേട്ടിരുന്ന നീറ്റ് എക്സാമിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഇൻവിജിലേറ്റേഴ്സിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാതെ വരികയും കുട്ടികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഇപ്രാവശ്യം എവിടെ നിന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഫെനിയന്റെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എക്സാം എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സാം എഴുതുന്ന ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 20 മിനിറ്റ് സമയം എക്സാം എളുപ്പമായിരുന്നോ? എക്സാം എളുപ്പം. ഏത് സബ്ജക്റ്റിലാണ് തുടങ്ങിയത്? ഞാൻ ബയോളജി. ടിപ്പിക്കലി അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ആ ഓർഡറിലാണ് പോകാറുള്ളത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ തീർത്തോ? ഓൾമോസ്റ്റ്. പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് ഞാൻ കുറച്ചിട്ടായിരുന്നു. ഓക്കെ, ടൈം ബാക്കി ഉണ്ടായിരുന്നോ? ബാക്കി കറക്റ്റ് ആയിരുന്നു. അതായത് സെക്കൻഡ് റൗണ്ടും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ചെയ്യാനുമില്ല, അത്ര തന്നെ ആയിരുന്നു. എന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സാം ടഫ് ആയിരുന്നോ അതല്ല ക്വസ്റ്റ്യൻസിന്റെ ലെവലിനെ പറ്റി എന്താണ് ഫെനിയന്റെ ഒരു അഭിപ്രായം? ടഫ് ആയിട്ട് ഫീൽ ചെയ്തില്ല, പക്ഷെ ഒരു മോഡറേറ്റ്. ബയോളജിക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയി തോന്നി. ബയോളജി എളുപ്പമായിരുന്നു. ചില വേർഡ്സ് എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത വാക്കുകൾ പലപ്പോഴും കേറി വന്നിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ കെമിസ്ട്രി ആയിരുന്നു. ഫിസിക്സ് ആണ് ചില ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തിട്ട് കിട്ടാത്ത അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സെക്ഷൻ ബി അതിലുള്ള ക്വസ്റ്റ്യൻസിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? അതായത് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് അതായിരിക്കും കുറച്ചുകൂടെ ടഫ് ആക്കി ചോദിച്ചത്. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ടഫ് ആക്കി ചോദിച്ചിട്ടുണ്ട്. കാരണം അതിൽ 15-ൽ 10 ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോ മൊത്തത്തിൽ സ്മൂത്ത് ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സാം കഴിഞ്ഞു. ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ 700 എബോവ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്തിരുന്നത്? ഞാനിവിടെ ഹോസ്റ്റലിലായിരുന്നു, പീസ് ഹോസ്റ്റലില്. അവിടെ ഞാന് ലൈബ്രറിക്ക് യൂസ് ചെയ്തിരുന്നു. അവിടെ നമ്മളെ ഹോസ്റ്റലിലത്തെ ലൈബ്രറി ഉണ്ടായിരുന്നു. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് അപ്പോ തുടക്കം മുതൽ, അതായത് ക്ലാസ്സുകൾ നടക്കുന്ന സമയത്തെ വൈകുന്നേരം ലൈബ്രറി ഒക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നോ? വൈകുന്നേരം ഉണ്ടാവില്ല, എനിക്ക് അല്ലാത്ത ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ പരമാവധി യൂസ് ചെയ്യും. വൈകുന്നേരം ഒബ്വിയസ്ലി ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റഡി ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോവാം. അപ്പൊ കഴിഞ്ഞ വർഷം 585 സ്കോർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം 700 എബോവ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് എന്ത് വ്യത്യാസമാണ് വരുത്തിയത്? അത് പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ, ഇപ്പൊ ഹോസ്റ്റലിലെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ലൈബ്രറി സൗകര്യങ്ങളോ അല്ലെങ്കിൽ എക്സാമുകൾ, എന്താണ് ഈ ഒരു ഡിഫറൻസിന്റെ മെയിൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഫെനിയ? ഞാൻ കുറച്ചും കൂടെ പ്ലാൻഡ് ആയിട്ട് ചെയ്ത്. അതായത് ഫസ്റ്റ് മുതല്
ഇങ്ങനെയല്ല എന്റെ അടുത്ത് ഇപ്പൊ MTGന്റെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സിന്റെ ആ സമയത്ത് തന്നെ MTG ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പിന്നെ ബയോളജി സെങ്കേജ് അതും അങ്ങനെ കംപ്ലീറ്റ് ആയി. പിന്നെ ഞങ്ങള് ഒരു നവംബർ ആയപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ല. പിന്നെ അതിനുശേഷം പിന്നെ ആ ഒരു സമയത്ത് പിന്നെ ഇവിടുത്തെ എക്സാം ആയിരുന്നു. അതും അതിന്റെ കൂടെ തന്നെ ഈ പുതിയ ബുക്സ് ഒക്കെ ചെയ്ത്. ഇവിടുത്തെ എക്സാമിനൊക്കെ എത്ര സ്കോർ വരലുണ്ടായിരുന്നു? 600 ഈ പറഞ്ഞ 700 റേഞ്ചിൽ ക്രോസ് ചെയ്തിട്ടില്ല. എക്സാമിനാണ് ആക്ച്വലി ക്രോസ് ചെയ്തത്. 680 ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 680 ഒക്കെ വന്നിട്ടുണ്ട്. 700 ക്രോസ് ചെയ്യുന്ന ആക്ച്വൽ എക്സാമിനാണ്. ഓക്കെ, അപ്പോ പ്ലാൻഡ് ആയിട്ട് മെറ്റീരിയൽസ് ഉള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക, പിന്നെ ലൈബ്രറി യൂസ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ബയോളജി ആയിരുന്നു കൂടുതൽ നെഗറ്റീവ് ആയത്. ബയോളജി പ്രാവശ്യം നെഗറ്റീവേ ഇല്ല. അത് ഭയങ്കര സന്തോഷമില്ല. ബയോളജി നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ആരണ ഭാഗങ്ങൾ പോലും എന്തെങ്കിലുമൊക്കെ തെറ്റാനൊക്കെ സാധ്യത എപ്പോഴും വരുന്നതാണ്. അപ്പോ അതൊന്നും വന്നിട്ടില്ല. ഓക്കെ, കെമിസ്ട്രിയിൽ ഒരു നെഗറ്റീവ്, ഫിസിക്സിലാണ് 2 എന്നുള്ള, പിന്നെ ആറ്റംസിന്റെ ക്വസ്റ്റ്യൻ ആണ് പിന്നെയുള്ള അതിന്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നത്. ആൻസർ ക്യൂ ഒഫീഷ്യലി എന്ത് വരും എന്നുള്ള അറിയില്ല. എന്തായാലും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോ മറ്റുള്ള കാര്യങ്ങള് പ്രിപ്പറേഷന് വേറെ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതൊക്കെ നല്ല സപ്പോർട്ട് കൊണ്ടുവന്നാക്കി പിന്നെ തിരിഞ്ഞു നോക്കലില്ലായിരുന്നു? എല്ലാ ആഴ്ചയും വരുമോ? അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞത് പുറത്തുനിന്നുള്ള ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരിക്കാനല്ല. അതൊക്കെ അതേപോലെ തന്നെ. വീട്ടില് മക്കൾ എത്ര പേരുണ്ട് നിങ്ങൾക്ക്? 4 പേര്. ബാക്കിയുള്ളവരൊക്കെ വീട്ടിലാണോ? ഐ മീൻ അതോ ഓരോരുത്തരും? 3 പേര് ഹോസ്റ്റലിൽ തന്നെയാണ്. 3 പേര് ഹോസ്റ്റലിൽ തന്നെയാണ്. ചെറിയ ആള് മാത്രമാണ് വീട്ടിൽ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ മക്കളിങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലത്താകുമ്പോ ഓരോ ആഴ്ച ഓരോരുത്തരെ കൂടെ ഒക്കെ ഐ മീൻ വിസിറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വീക്കില് എന്റെ മകളെ നിക്കായിരുന്നു നേരെ ജ്യേഷ്ഠത്തിന്. പക്ഷെ അതുപോലെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അറിയിച്ചിട്ടില്ല. അതായത് എക്സാം 5-ാം തീയതി, 8-ാം തീയതിയാണ് നിക്കാറ്. 6-ാം തീയതി 5-ാം തീയതി അതെ 5-ാം തീയതിയാണ് അവൾ അറിയണത് എക്സാം കഴിയുമ്പോ. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, അതുവരെ അറിയിച്ചിട്ടില്ല. നമുക്ക് അതല്ല വാല്യൂ. അത് തന്നെയാണ്. അതായത് ഡിസ്ട്രാക്ഷൻസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, വീട്ടിലായി കഴിഞ്ഞാൽ ഉണ്ടാവും. അത് നമ്മള് എങ്ങനെയായാലും ഇപ്പൊ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പരമാവധി അത് ഇല്ലാതിരുന്നത് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? ഡിസ്ട്രാക്ഷൻസ് കഴിഞ്ഞ വർഷം ഹോസ്റ്റലായിരുന്നു. ഇത്ര തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഡിസ്ട്രാക്ഷൻസിന്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ യൂണിവേഴ്സലിന് പീസ് സ്കൂൾക്ക് പോണേക്കാളും അടുത്താണ്, വളരെ അടുത്താണ് എന്റെ വീട്. പോണേക്കാളും അടുത്താണ്. അപ്പൊ നമ്മൾ ഈ ഒരു പിന്നെ പർപ്പസ് സെർവ് ചെയ്യാന്നുള്ളതിലാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ദൂരം കൊണ്ടല്ല പലപ്പോഴും സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ആ ഡിസ്ട്രാക്ഷൻസ് പരമാവധി റെഡ്യൂസ് ചെയ്ത് ആ ഒരു എൻവിറോൺമെന്റിൽ ഇപ്പൊ വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഫ്രഷ് ആവുന്നു, പഠിക്കാനിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്നു. 11-11:30 വരെ ഒക്കെ പഠിക്കും. എന്നിട്ട് രാവിലെ എല്ലാവരും എണീക്കുന്നു, അവരവരുടെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ ആ ഒരു എൻവിറോൺമെന്റും ആ ഒരു സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് വരികയാണ്. കാരണം നീറ്റ് എക്സാം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് മാറുന്നു, വെരി ഹൈ സ്കോറിംഗ് എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് എത്രത്തോളം നമുക്ക് പെർഫെക്ഷൻ, നമ്മളിങ്ങനെ മൂർച്ച കൂട്ടി രാഗി മിനിക്കൂ എന്നൊക്കെ പറഞ്ഞ പോലെ മൂർച്ച കൂട്ടി കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മൾ മുകളിലേക്ക് എത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡിസ്ട്രാക്ഷൻസ് വന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷ വരുത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള നിങ്ങളുടെ ബാച്ചിൽ M9-ലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഹോസ്റ്റലിൽ വേറെ ആൾക്കാർ ഇതേപോലെ ഉണ്ടായിരുന്നു സപ്പോർട്ടീവ് ആയിട്ട്? ഞങ്ങളെ റൂംമേറ്റ്സ് തന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, AF സാറിന്റെ ഇൻഫ്ലുവൻസ് ഇതിൽ എവിടെ വരുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്കറിയാം. കാരണം AF സാർ ഇന്ന കുറെ ഗൈഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ AF സാർ ഇൻഫ്ലുവൻസ് എവിടെ ഇതിൽ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ റിസൾട്ട് വന്നപ്പോ അങ്ങനെ 20 മാർക്ക്, 5-6 ക്വസ്റ്റ്യന്റെ വ്യത്യാസമാണ്. അപ്പോ ഞാൻ പിന്നെ എന്തെങ്കിലും ജയില് കുഴപ്പമില്ലാത്ത മാർക്ക് നോക്കി 98 ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 93. അപ്പൊ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഫുൾ ഡൗട്ട് ആയിരുന്നു എന്തിനു പോണെന്ന് അറിയാൻ. പിന്നെ സാറ് വന്ന് കണ്ട് സാറ് പിന്നെ പറഞ്ഞ എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തതല്ലേ,
അപ്പൊ എന്തായാലും ഇൻഷാല്ല നല്ലതിനായിരിക്കും അപ്പൊ കിട്ടാതെ എന്നുവെച്ചാൽ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു മെഡിക്കൽ കോളേജസിന് എൻവിറോൺമെന്റിനേക്കാൾ എന്തുകൊണ്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല കോളേജില്, വളരെ നല്ല കോളേജിൽ കയറാൻ ഏതായാലും സാധിക്കും. ഞാൻ ജെയ്ക്ക് വിടാന്നുള്ള ഇതില്ലേ NIT പോവാന്നുള്ള അതിലായിരുന്നു ഞാൻ എന്റെ മൈൻഡ് ലാസ്റ്റ് അങ്ങോട്ട് പോയി. ഇനിയിപ്പോ ഒരു വർഷം പോകുന്നുള്ളതാണ്. പിന്നെ സാറ് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ലെവലിൽ ഒരു കോളേജിൽ കിട്ടുന്നതിനേക്കാളും ഫാർ ബെറ്റർ ഹയർ ലെവലിലുള്ള ഒരു റെപ്യൂട്ടഡ് ഇതിൽ കിട്ടാനുള്ള അവൾക്ക് കിട്ടും എന്നുള്ള ഒരു ആ ഒരു ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു. ഉറപ്പിച്ചു തന്നു. കാരണം വെച്ചിടത്തോളം അത്രമാത്രം പാഷനേറ്റ് ആയിട്ടാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുനടക്കണം. അത് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ എഞ്ചിനീയറിംഗ് കിട്ടിയിട്ട് എന്നെ പോവാൻ വിടാതെ വീണ്ടും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി IIT കയറുന്നത്. അപ്പൊ ആക്ച്വലി സാറും പിടിച്ചു നിർത്തി നമ്മള് ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെല്ലുക, എവിടെയെങ്കിലും എത്തുന്നതിന് വരെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തുക എന്നുള്ളത് ആക്ച്വലി നമ്മളെ മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങളെയും കൂടെ വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള് പങ്കുവച്ചതിന് വളരെയധികം നന്ദി. പിന്നെ നല്ലൊരു കോളേജിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു റാങ്ക് വരും ഇൻഷാ അല്ലാഹ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അതോടൊപ്പം എൻ്റെ മകളുടെ ഒരു എഫേർട്ടിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ആസ് എ പേരന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, നമ്മൾ അവരുടെ സേഫ്റ്റി സൈഡ് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ആ ഒരു ആംബിയൻസും സാറിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞങ്ങൾ സ്റ്റുഡൻസിന്റെ ഭാഗം മാത്രമല്ല, പാരന്റ്സിന്റെ സൈഡിൽ നിന്നും വേറെ കുറെ കൺസേൺസ് ഉണ്ട്, എസ്പെഷ്യലി പെൺകുട്ടികളാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടുള്ള ഒരു ഓക്കെ. താങ്ക് യു.